ഗൈസ്, ആ 2 പോലീസുകാരിപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് നിൻ്റെ അടുത്ത് ജനറലിൽ പോകാനല്ലേ പറഞ്ഞാൽ നീ എന്തിനിവിടെ ഇരിക്കണമെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞ് ഞാനാണെങ്കിൽ ഇവിടെ ഇരിക്കാം, TTR ഇവിടെ ഇരിക്കണമെങ്കിൽ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനിവിടെ ഇരിക്കാം, ഫൈൻ ഞാൻ നിങ്ങൾക്ക് തരില്ല, ഞാൻ TTRന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ലാസ്റ്റ് ഹിന്ദിയിലൊക്കെ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റില്ല, ഞാനാണെങ്കിൽ കേരളത്തിൽ നിന്നാണ് വന്നത്, എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനാണെങ്കിൽ നേരെ അവർ പറഞ്ഞ് നീ എവിടെ ഇരുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഇരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ തന്നെ 2 പേര് അവിടെ തന്നെ ഇരുന്നത്. എന്നിട്ട് ഞാൻ നേരെ കയറി മുകളിൽ വന്ന് കിടക്കണം. അവർ താഴെ ഇരുന്നിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യണം, എന്നെ എന്തൊക്കെയോ പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഹിന്ദിയിൽ എന്തൊക്കെയാണ് പറയണത്. ഞാനാണെങ്കിൽ രാവിലെ എണീക്കാൻ പറ്റിയില്ല. രാവിലെ 5-6 മണിക്ക് എണീറ്റ് കോവിലിൽ പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എണീക്കാൻ പറ്റിയില്ല. എണീറ്റപ്പോൾ ഒരു 10 മണിയായി. പിന്നെ 10 മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കോവിലിൽ വന്ന് ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു കോവിലിൽ. ഏകദേശം ഞാനാണെങ്കിൽ കോവിലിലെത്തിയത് 11:30-ക്കാണ്. ഇപ്പം ഞാൻ ദർശനം കഴിഞ്ഞ് തൊഴുത് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ സമയം 3:30. 4 മണിക്കൂർ അവിടെ ക്യൂ ആയിരുന്നു. 2 പ്ലെയിൻ ദോശ ഓർഡർ ചെയ്ത് തന്നെ അതുകൂടെ കുറേ നേരമായി ഒരു 2 ദോശയ്ക്ക് പറഞ്ഞിട്ട് മണിക്കൂർ 2 ഇതുവരെയായിട്ട് സാധനം കിട്ടിയില്ല. 2 പ്ലെയിൻ ദോശ എനിക്കാണെന്ന് പറഞ്ഞിട്ട് ഒരാളെന്ത് 2 പ്ലെയിൻ ദോശ കഴിക്കില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം നമുക്ക് അതിനുശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ ഇനി മറ്റേ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പോകണം. പിന്നെ സർനാഥ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അതും കൂടെ പറ്റുമെങ്കിലും ഒന്ന് കാണണം. എന്നിട്ട് വൈകിട്ട് 6 മണിക്ക് ഇന്നലെ നമ്മൾ അസീഘട്ടിലെ ആരതിയാണ് കണ്ടത്. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലമുണ്ട്, ദശാഘട്ട എന്തോ ഒരു സ്ഥലപ്പേരുണ്ട്, അവിടുത്തെ ആരതിയും കൂടെ കണ്ടിട്ട് നമുക്കിന്ന് 10-10:30 ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ആഗ്രയിലോട്ട് ട്രെയിനുണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ കയറി നേരെ ആഗ്രയിൽ പോയിട്ട് നാളെ രാത്രി 9 മണിക്ക് അവിടെ നിന്ന് നേരെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ നമുക്ക് ഫുഡും കഴിച്ചിട്ട് നേരെ നമുക്ക് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലൊന്ന് പോകണം. ഗൈസ്, നല്ല വിശപ്പുണ്ട്, രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഒരു 2 പ്ലെയിൻ ദോശ പറഞ്ഞു. 2 പ്ലെയിൻ ദോശ പറഞ്ഞപ്പോഴത്തേക്ക് അവരൊന്ന് ചോദിക്കണം ആർക്കൊക്കെയാണ് പ്ലെയിൻ ദോശയെന്ന്. ഇത് അകപ്പാടെ 2 മറ്റേ പേപ്പർ കണക്കാണ് ഇരിക്കണം ഒരു ദോശ. ഇവിടെ ഉള്ള ആർക്കും വിശപ്പില്ലെന്ന് തോന്നുന്നു കേട്ടോ. നല്ല വിശപ്പ്, ഞാൻ കഴിച്ചിട്ടില്ല. ഇതിപ്പം കാണുമ്പോൾ തോന്നുന്നു ഒരു രാവിലെ 7 മണി 7:30 ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഇത് 3:30. ആകാശത്ത് സൂര്യനും ഇല്ല, ഒന്നുമില്ല, തണുപ്പ്, നല്ല ക്ലൈമറ്റ് കൊള്ളാം. ഞാനങ്ങനെ അവിടെ നിന്നൊരു റാപ്പിഡ് ബുക്ക് ചെയ്ത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ ഉണ്ട്. പുള്ളിക്കാരനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കുറേ ടൂറിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തെത്തിയത് ഇവിടെ അതിൻ്റെ ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. അവിടെ 2 സൈഡ് 2 ഗ്രൗണ്ടുണ്ട്. അത്യാവശ്യം നല്ല റോഡ് കേട്ടോ. ഇവിടെ 2 സൈഡ് മരങ്ങളും നല്ല റോഡും അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഇതാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇവിടെ കാണാൻ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ ഒരു റോഡുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് കാറുകൾ നിർത്തിയിട്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ നടക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നമ്മളെ കേരള യൂണിവേഴ്സിറ്റി പോയാൽ പോരായിരുന്നു. അപ്പുറത്ത് ചെറിയൊരു കാടുണ്ട്, അവിടെ ഒരു മേടുണ്ട്. അവിടെ എന്തിരിത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തിനാണ് ഈ കാണാനുള്ളത്. ആ റാപ്പിഡോക്കാരൻ മൊത്തം 65 രൂപേനെ ഉണ്ടായിരുന്നു. 65 രൂപയ്ക്ക് അവൻ എൻ്റെ അടുത്ത് 150 രൂപ ചോദിക്കുന്നു. റാപ്പിഡോ കുണ്ടച്ചി അവൻ മറ്റേ ട്രാഫിക് ആയതുകൊണ്ട് ഇടവഴി കൂടെയൊക്കെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെന്തിന് ഇടവഴി കൂടെ കൊണ്ടുവരാൻ? ഞാൻ പറഞ്ഞാൽ നിങ്ങളടുത്ത് ഇടവഴി കൂടെ കൊണ്ടുവരാനായിട്ട്. എന്നിട്ട് ഞാൻ എന്തോന്ന് ചെയ്തു, റാപ്പിഡോയിലുള്ള 69 രൂപേനെ കൊടുത്തു. എല്ലാവരും പറ്റിപ്പ് തന്നെ, വെട്ടിപ്പും തന്നെ. അവന്മാരൊക്കെ എന്തിനാണ് പണിയെടുത്ത് ജീവിച്ചോടും പറഞ്ഞത് എന്നെ പോലെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവരൊരു പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവർ 3 പേരും ചേർന്ന്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ആരാണെന്ന് അറിഞ്ഞൂടെ, ആരോ ആണ്. അവരേകദേശം ചെയ്ത് കഴിഞ്ഞ് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ വിശ്വനാഥ് ടെമ്പിളാണ്, അതിൻ്റെ ഫ്രണ്ടിലാണ് ഇവരിത് വരയ്ക്കുന്നത്. ഇവർ 2 പേരും ഇതാ നിൽക്കുന്ന 2 പേരും പിന്നെ ഈ ഒരാൾ, ഇവർ 3 പേരായിട്ടാണ് വരയ്ക്കുന്നത്.
അത് കാണാൻ കുറേ ആളുകൾ എന്നെ പോലെ. ഗായ്സ്, ഇവിടെ വന്നത് ഒരു ബാഡ് ഡിസിഷനായിപ്പോയി. ഇവിടെ വന്നിട്ട് വലിയ നമ്മൾ ഇതിനിങ്ങനെ നടക്കണം, നമ്മൾ കവടിയാറിൽ നടന്നാലും ഇത് ഒരു ഫീല് കിട്ടും. എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഇവിടെ ഭയങ്കരമാണ്, മറ്റേതാണ്, മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ChatGPT പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ മറ്റേ സർനാഥോ ആ ഒരു സ്ഥലത്ത് പോകായിരുന്നു. ഇനി എന്തായാലും ഞാനിവിടെ നിൽക്കല്ലോ, ഒരു രസമില്ല, ഇവിടെ ഒരു സുഖമില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കാം. കളക്ഷനുണ്ട്, നല്ല പിള്ളേരെ നല്ല കളക്ഷനുണ്ട്. കാണാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ ഒരു രസമില്ല. ഇവിടെ നിന്ന് തന്നെ റാപ്പിഡ് വിളിക്കണോ, അല്ലെങ്കിൽ കുറച്ചുകൂടി നടക്കാം, അങ്ങറ്റം വരെ നടക്കാം. എന്തായാലും ഇതുവരെ വന്നതല്ലേ, കുറച്ച് കളക്ഷനെങ്കിലും എടുക്കാം. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് വ്യൂ. അപ്പുറത്ത് ഒരു ക്ലാസ് റൂം, ഇപ്പുറത്തൊരു ക്ലാസ് റൂം. ഇതാണ് നമ്മളെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇവിടെയൊക്കെ കോഴ്സിന് പഠിക്കാൻ പറഞ്ഞുവരുന്നു. ഞാനാണെങ്കിൽ കേരളത്തിന് പുറത്ത് ഒരു കോളേജിൽ പഠിക്കാൻ പോവുക എന്നുള്ളത് എൻ്റെ മൈൻഡിലേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ഇപ്പോഴാണ് മയിര് കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു കോളേജിൽ പോയി പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ആലോചിക്കണം. ആ ഒരു ഇട്ടാവട്ടത്ത് കറങ്ങിക്കൊണ്ട് കിടന്ന് ഇത്രയും വിശാലമായിട്ട് ഇത്രയും ഒരു ചെറിയൊരു കോളേജേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയത് വലിയൊരു കോളേജായിരുന്നു, കാഞ്ഞിരംകുളത്ത്. ഇവിടെ കുറേ പേര് റോസാപ്പൂവൊക്കെ പിടിച്ചിട്ട് പോകണം. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. കുറേ പേര് കയ്യിൽ റോസാപ്പൂവൊക്കെ പിടിച്ചിട്ട് പോകണം. ഇതെന്തോ റെസിപ്പീസ് എന്തെങ്കിലുമാണെന്ന് അറിഞ്ഞുകൂടാ. കുറേ പേര് വയസ്സായ കുറേ ആളുകളാണ്. ഞാനിപ്പം ട്രെയിനിലാണ്. സംഭവം ഇന്നലെ ഞാനാണെങ്കിൽ അവിടെ വാരണാസിയിൽ നിന്ന് ആഗ്രയിലോട്ട് വരാനായിട്ട് ട്രെയിൻ കയറി. ആഗ്രയിലോട്ട് വരാൻ വേണ്ടി ട്രെയിൻ കയറിയിട്ട് ആഗ്രയിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം 5 മണിയായി. അപ്പം ഞാനാണെങ്കിൽ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് നേരെ സ്ലീപ്പറിലോട്ട് വന്ന്. സ്ലീപ്പറിൽ വന്നിട്ട് ഇവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി ഞാൻ. അപ്പം അവിടെ നിന്ന് നേരെ ആഗ്രയിലോട്ട് വന്നപ്പം 5 മണിയായി. എന്നിട്ട് ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോയി. ആഗ്ര കഴിഞ്ഞ് ഞാനാണെങ്കിൽ എണീറ്റപ്പോഴത്തേക്ക് ആഗ്ര സ്റ്റേഷൻ കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഡൽഹിയിലോട്ട് വരാം, ഡൽഹിയിൽ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അവിടെ നിന്ന് നേരെ ഡൽഹിയിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു അരമണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറിൽ ഡൽഹി എത്തും. പക്ഷേ സംഭവം അതല്ല. ഇപ്പം മണി ഏകദേശം 1 മണിയാകാറായി. 1 മണിയാവാറായി. ഈ ട്രെയിന് 6 മണിക്ക്, രാവിലെ 6 മണിക്ക് ഡൽഹി എത്തേണ്ട ട്രെയിനാണ്. 8 മണിക്കൂർ ലേറ്റാണ് ട്രെയിൻ. 8 മണിക്കൂർ. ഒരു 4 ദിവസം ഓടുന്ന ട്രെയിൻ പോലും ഇത്ര 8 മണിക്കൂർ ലേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 8 മണിക്കൂർ. ആഗ്രയിൽ ഇന്നലെ എപ്പോൾ 2 മണിക്ക് എത്തേണ്ട ട്രെയിനാണ് ആഗ്രയിൽ. അത് എത്തിയത് 6 മണിക്ക് രാവിലെ. ഡൽഹിയിൽ 6 മണിക്ക് എത്തേണ്ട ട്രെയിന് എത്തണത് 1 മണിക്ക്. 1 മണിക്കല്ല, 1:30-2 മണിയാവുന്നുണ്ട് ഇനിയിപ്പോൾ എത്താനായിട്ട്. ഇനിയും ഉണ്ട് 40 കിലോമീറ്റർ. ഈ പോക്കാണെങ്കിൽ 2 മണിയാവും. 8-9 മണിക്കൂറാണ് ലേറ്റ് ഒരു ട്രെയിന്. ഇനി ഞാൻ അതുമല്ലാതെ എനിക്ക് മറ്റേ തൽക്കാലിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. ഞാൻ ഉറക്കണീറ്റപ്പോഴത്തേക്ക് 11:15. ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് ബുക്കിംഗ് കഴിഞ്ഞ്. അപ്പോൾ പിന്നെ തൽക്കാലിൽ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇനി എന്തായാലും ജനറലിൽ കയറിയിട്ട് കൺവേർട്ട് ചെയ്യാനേ പറ്റും. അപ്പം ഇനി അവിടെ ഡൽഹി പോയിട്ട് TTRൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് 1:45 എന്തോ ഒരു ട്രെയിനുണ്ട്, കേരള സംക്രാന്തി. 1:45 എന്തോ ആണ്. പക്ഷേ ആ ട്രെയിൻ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം 2 മണിയാകും. പിന്നെ ഉള്ള നമ്മളെ രാത്രിയുള്ള കേരള എക്സ്പ്രസ് 9 മണിക്ക്. അതിൽ നമുക്ക് കയറി പോവാം. നോക്കാം ഇവിടെ ഇത് ഏതാ സ്റ്റേഷൻ എത്തിയോട്ടെ, ഏതാണെന്ന് അറിയില്ല. നോക്കട്ടെ. അങ്ങനെ ഞാൻ ഡൽഹി സ്റ്റേഷനിലോട്ട് വന്നു. പക്ഷേ എൻ്റെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്, അത് ഞാൻ പറയാം. ഞാനിപ്പോൾ ആദ്യം എവിടെയെങ്കിലും ഈ ലഗേജ് ഒന്ന് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് എനിക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങണം, എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ പ്ലാൻ ഞാൻ പറയാം. എന്തായാലും വലിയ പ്ലാനൊന്നുമില്ല, തിരിച്ച് വാരണാസിയിലോട്ട് തന്നെ പോവുകയാണ്. സംഭവം ഞാൻ പറയാം എന്താണെന്ന്. അപ്പം ഈ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വന്നാലേ എനിക്കൊരു കൺഫ്യൂഷനാണ്. അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഒരു ഓട്ടോ പിടിച്ച് വന്നാലേ എത്തും. ഏതാണ് ഏത് വഴിയാണ് നമുക്ക് മെയിൻ എൻട്രൻസിൽ ഇറങ്ങണമെന്ന് നമുക്ക് പറയുന്നത് അറിയില്ല, മനസ്സിലാവത്തില്ല. രണ്ടും ഒരുപോലെയൊക്കെ ഇരിക്കും.
1:30 ട്രെയിന് കേരള എക്സ്പ്രസ്. പക്ഷേ ഇപ്പം മണി എത്രയായി? ഗൈസ്, കേരളത്തിലോട്ട് പോകുന്ന ട്രെയിൻ കിടപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പോകുന്ന ട്രെയിന് 5 മിനിറ്റിലെടുക്കും. എനിക്ക് വേണമെങ്കിൽ ആ ട്രെയിനിൽ കയറാം. കേരള സംക്രാന്തി എക്സ്പ്രസ് 5 മിനിറ്റിൽ ആ ട്രെയിൻ എടുക്കും. അല്ലെങ്കിൽ എനിക്ക് തിരിച്ച് വാരണാസിയിലോട്ട് പോകാം. പക്ഷേ ഞാൻ വാരണാസിയിലോട്ട് പോകണം. എനിക്ക് വാരണാസിയിലോട്ട് പോകണം. ഗൈസ്, ഞാനാണെങ്കിൽ ഒരു 2 ദിവസമായിട്ട് വ്ളോഗൊന്നും എടുക്കണില്ല. സംഭവം ഞാനാണെങ്കിൽ അന്ന് ഡൽഹിയിൽ പോയി. ഇവിടെ നിന്ന് നേരെ ഡൽഹിക്ക് പോയി. ഞാനിപ്പം വാരണാസിയിലാണ് ഉള്ളത്. ഞാൻ ഡൽഹിക്ക് പോയിട്ട് സ്റ്റേഷനിൽ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും എനിക്കെന്തോ തിരിച്ചു വരാൻ വേണ്ടി തോന്നി വാരണാസിയിൽ. രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് എത്തേണ്ട ട്രെയിൻ എത്തിയത് വൈകിട്ട് 5 മണിക്ക്. ബനാറസിലാണ് ഞാൻ വന്നിറങ്ങിയത്. പിന്നെ അവിടെ നിന്നൊരു ഉബർ പിടിച്ചിട്ട്, അവിടെ നിന്ന് റാപ്പിഡോ പിടിച്ചിട്ട് ഞാൻ നേരെ വാരണാസിയിലോട്ട് വന്നു. എന്നിട്ട് ഇന്നലെ ദശാശ്വമേധ് ഘട്ടിൽ ആരതി കാണാൻ വേണ്ടി പോയി. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്, ഒടുക്കത്തെ തിരക്ക്. അതിനുശേഷം ഞാനാണെങ്കിൽ തിരിച്ച് വന്ന് ഇന്നലെ ഇവിടെ വാരണാസി സ്റ്റേഷനിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ തൽക്കാലിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രത്തിൽ പോകാൻ വേണ്ടി തൽക്കാൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ രാവിലെ നോക്കി. ഞാൻ 3 ദിവസമായിട്ട് തൽക്കാലം ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രിവാൻഡ്രം പോകാനായിട്ട്. ആദ്യത്തെ ദിവസം എനിക്ക് ഫോൺ പേ വർക്കായില്ല. അല്ല, ആദ്യത്തെ ദിവസം എനിക്ക് ആധാർ കാർഡ് വെരിഫിക്കേഷൻ ചെയ്തില്ല. അത് ചെയ്യാത്തത് കൊണ്ട് ആദ്യത്തെ ദിവസം എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ ദിവസം എനിക്ക് ഫോൺ പേയും GPayയും വർക്കായില്ല. അപ്പോൾ പിന്നെ മറ്റേ UPI ID കൊടുത്ത് ചെയ്യാൻ വേണ്ടി പറയും. ഞാൻ UPI ID കോപ്പി ചെയ്തെടുത്തിട്ട് വന്നപ്പോഴത്തേക്കും അതും തീർന്നു. രണ്ടാമത്തെ ദിവസം. ഇന്ന് 3-ാമത്തെ ദിവസം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ബുക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് അത് സീറ്റ് ബുക്ക് ചെയ്ത് പൈസയും പോയി. പൈസ അടച്ച് അത് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ച്. പക്ഷേ ബുക്കായില്ല. പൈസ പോയി, പക്ഷേ ബുക്കായില്ല. ഇനി അത് തിരിച്ച് പൈസ ഇനി റീഫണ്ട് വരും. പക്ഷേ അത് 2-3 ദിവസത്തിനുള്ളിലാണ് റീഫണ്ട് പറഞ്ഞത്. അങ്ങനെ 3 ദിവസവും ഞാനാണെങ്കിൽ തൽക്കാലിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി, പറ്റിയില്ല. ഇനി ഞാൻ തൽക്കാലിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കല്ല. ഇനി ഞാൻ ഇവിടെ എന്തോ അടിയാണ്. ഇവിടെ ഓട്ടക്കാരന്മാരെല്ലാം എപ്പോഴും അടിയാണ് ഇവിടെ. അപ്പം ഞാനാണെങ്കിൽ ഇനി തൽക്കാലിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കണില്ല. ഇനി നേരെ ഒന്നെങ്കിൽ നാളെ ഇവിടെ നിന്ന് ഇന്ന് രാത്രി തിരിച്ച് ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രം ജനറലിൽ കയറിയിട്ട് അവിടെ നിന്ന് കൺവേർട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇവിടെ നിന്ന് ഡയറക്റ്റ് ട്രെയിനുണ്ട് എറണാകുളത്തേക്ക്. അപ്പം ആ ട്രെയിനിൽ കയറിയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ജനറലിൽ നിന്ന് സ്ലീപ്പറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ സീറ്റ് നമ്പറൊക്കെ വാങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനി ആകെപ്പാടെ 187 രൂപയുള്ളൂ എൻ്റെ കയ്യിൽ. എല്ലാ പൈസയും പോയി. മറ്റേ പൈസ 1300 രൂപ അവിടെ പോയി. അതിന് 2 ദിവസത്തിൽ കഴിഞ്ഞിട്ടേ പോയി. എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ല. 180. ആരുടെ കയ്യിലും എന്തില്ല, സ്ലീപ്പർ ടിക്കറ്റ് ഇല്ല. എല്ലാവരുടെ കയ്യിലും ജനറൽ ടിക്കറ്റാണുള്ളത്. ജനറൽ ടിക്കറ്റ് ഇല്ലാത്തവർ പോലും ഉണ്ട്. എന്നിട്ട് അവരാരടുത്തും പോകാതെ പറയാതെ എൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതുമല്ലാതെ ഇവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ആ പയ്യനെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാനാണെങ്കിൽ ബാത്റൂമിൽ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ആ പയ്യനാണെങ്കിൽ അവരെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവർ ഇവരുമായിട്ട് എന്തൊക്കെയോ ഗൂഢാലോചന ചെയ്തിട്ട് എന്തോ പരിപാടി ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും ഞാൻ അവർ പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. നോക്കട്ടെ എന്തിനാണോ നമുക്ക് സംഭവം, നോക്കട്ടെ. പൈസ മുക്കാനുള്ള പരിപാടിയിലാണ് വന്നായിരുന്നു. ഗൈസ്, 2 പോലീസുകാർ ഇപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് നിൻ്റെ അടുത്ത് ജനറലിൽ പോകാനല്ലേ പറഞ്ഞാൽ നീ എന്തിനിവിടെ ഇരിക്കണമെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞ് ഞാനാണെങ്കിൽ ഇവിടെ ഇരിക്കാം, TTR ഇവിടെ ഇരിക്കണമെങ്കിൽ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാനിവിടെ ഇരിക്കാം.
ഫൈൻ ഞാൻ നിങ്ങൾക്ക് തരില്ല, ഞാൻ TTRന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ലാസ്റ്റ് ഹിന്ദിയിലൊക്കെ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റില്ല, ഞാനാണെങ്കിൽ കേരളത്തിൽ നിന്നാണ് വന്നത്, എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനാണെങ്കിൽ നേരെ അവർ പറഞ്ഞ് നീ എവിടെ ഇരുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഇരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ തന്നെ രണ്ടുപേരും അവിടെ തന്നെ ഇരുന്നത്. എന്നിട്ട് ഞാൻ നേരെ കയറി മുകളിൽ വന്ന് കിടക്കണം. അവർ താഴെ ഇരുന്നിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യണം, എന്നെ എന്തൊക്കെയോ പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഹിന്ദിയിൽ എന്തൊക്കെയാണ് പറയണത്. അപ്പം എന്താണെങ്കിലും നോക്കാം, വേറൊന്നും ചെയ്യാനില്ല. ഫൈൻ അടയ്ക്കാൻ പറഞ്ഞാൽ ഫൈൻ അടയ്ക്കും, അത്ര തന്നെ ഉള്ളൂ. ഇവർക്ക് ഫൈൻ അടയ്ക്കാൻ അവർക്ക് ഈഗോ അടിച്ചു. സംഭവം ഞാൻ തിരിച്ച് സംസാരിച്ചതുകൊണ്ട് ഈഗോ അടിച്ച്. അപ്പം അവർ തിരിച്ച് രണ്ടുപേരും എണീറ്റ് പോയതേ ഉള്ളൂ. ഇനിയിപ്പം തിരിച്ച് വരും ഉടനെ തന്നെ. എന്തോ പ്ലാൻ ചെയ്തിട്ട് എന്തോ ചെയ്യാൻ വേണ്ടി നിൽക്കണം ആശാന്മാർ രണ്ടുപേരും കൂടെ. അപ്പം തിരിച്ച് വന്നിട്ട് എന്താണ് ചെയ്യാൻ പോണേന്ന് നമുക്ക് നോക്കാം. ഗൈസ്, അങ്ങനെ ഞാനാണെങ്കിൽ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നു. അപ്പം ജനറൽ ടിക്കറ്റാണ് എടുത്തത്. ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ഇന്നലെ 1 മണിക്കായിരുന്നു ട്രെയിൻ. അപ്പോൾ 1 മണിക്ക് കയറി കൺവേർട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഞാനാണെങ്കിൽ ഒരു സീറ്റിൽ സൈഡിൽ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് നേരെ സ്ലീപ്പറിലാണ് കയറിയത്. സ്ലീപ്പറിൽ കയറിയിട്ട് ഒരു സൈഡിൽ സ്ലീപ്പറിൽ ഒരു കോച്ചിൽ ഒരു സൈഡിൽ കയറി അങ്ങനെ ഇരുന്നിട്ട് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക് കയറി. ഞാനാണെങ്കിൽ ഇവിടെ വഡോദര എന്ന് പറഞ്ഞിട്ട് ഒരു ജംഗ്ഷനിൽ ഉള്ള ഒരു ടീംസാണ് ഫുൾ കോച്ച് എടുത്ത് വെച്ചിരുന്നത്. അവർ ഏകദേശം ഒരു 100, 150, 200 പേരുണ്ടായിരുന്നു. അവർ ഹരിദ്വാറിൽ പോയതായിരുന്നു. അപ്പം അവർ ടീമോടെ കയറി വന്നതാണ്. അപ്പോൾ അവർ വഡോദര ജംഗ്ഷനാണെങ്കിൽ വെളുപ്പിനെ 3 മണിക്കാണ് സ്റ്റേഷനിലെത്തുന്നത്. അപ്പം അതിനു മുന്നേ ഉറങ്ങുകയാണെങ്കിൽ കടന്നുറങ്ങിപ്പോവും, പിന്നെ സീറ്റ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങാതെ ഇരുന്ന് ഒരു 3 മണി വരെ അവർ ഇറങ്ങണവരെ ഉറങ്ങാതെ ഇരുന്ന്. പിന്നെ വെളുപ്പിനെ 3 മണിയായപ്പോഴത്തേക്ക് ആ കോച്ച് മൊത്തം ഫ്രീ ആയി, ഈ ബോഗി മൊത്തം അവരതായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ ഒരു സീറ്റിൽ കയറി കിടന്നുറങ്ങി. ഇപ്പം ഉച്ചയ്ക്ക് 1 മണിയായി. ഇപ്പോഴാണ് ഞാൻ ഉറക്കം എണീറ്റത്. നല്ല സുഖം ഉറക്കമായിരുന്നു. ആകെപ്പാടെ ഞാൻ 700 രൂപയെ കൊടുത്തുള്ളൂ ജനറൽ ടിക്കറ്റിന്. ഇനി TTR വരികയാണെങ്കിൽ ഫൈൻ അടക്കം കൊടുക്കണം. കാരണം നമുക്ക് ഇന്ന് രാത്രിയും കൂടെ കിടക്കേണ്ടതല്ലേ. അല്ലെങ്കിൽ ജനറലിൽ പോയിരുന്നിട്ട് രാത്രി വന്ന് കിടന്നാലും മതി, വേറെ സൈനൊന്നുമില്ല. ഇനി നാളെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പം നമ്മൾ ട്രിവാൻഡ്രത്തെത്തും. എന്നിട്ട് അതിനുശേഷം ആദ്യം ഞാൻ ചെയ്യാൻ പോണത് നേരെ ബ്രുജൽ മന്തി പോയിട്ടൊരു അൽഫാം മന്തി കഴിക്കണം. അൽഫാം മന്തി കഴിച്ചിട്ട് നേരെ ബസ് കയറി വീട്ടിലോട്ട് പോകണം. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എൻ്റെ ട്രിപ്പ് ഏകദേശം തീരാറായി. ഇനി 1 ദിവസം കൂടെ തന്നെ ഉള്ളൂ. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. എനിക്ക് ഇപ്പം മിസ് ചെയ്യുന്നു കേട്ടോ സോളോ ട്രിപ്പ്. ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ കുഴപ്പമില്ല. ഇനി നമുക്ക് സമയമുണ്ട്, നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് പോകാം.